എടാ ദിസ് ഇസ് ഇതിൻ. എടാ ഞാൻ ബാലൻ എന്ന് പറഞ്ഞ പടം കണ്ടു, ബാലൻ ദ ബോയ്. ഇത് ചിദംബരമാണ് ഇതിൻ്റെ ഡയറക്ഷൻ, മഞ്ഞുമൽ ബോയ്സിന് ശേഷം. അതുപോലെ തന്നെ ആവേശ ഡയറക്ടറായിട്ടുള്ള ജിത്തു മാധവനാണ് ഇതിൻ്റെ ഒരു എഴുത്ത് പറഞ്ഞത്. സോ ട്രെയിലർ കണ്ടിട്ട് അന്ന് കൊള്ളാമെന്ന് തോന്നിയെങ്കിലും ഞാൻ അങ്ങനെ ഒരുപാട് അങ്ങനെ പ്രതീക്ഷകളൊന്നും എനിക്കില്ലായിരുന്നു. ഓഫ് കോഴ്സ് ഞാൻ സ്ലോ പേസ് പടങ്ങളുടെ ആളുമല്ല. പക്ഷേ എന്നിരുന്നാലും ഞാൻ ഫസ്റ്റ് ഡേ തന്നെ ഞാൻ പോയി FDFC തന്നെ പോയി ഞാൻ കണ്ടു. എനിക്ക് പടം നല്ല രീതിയിൽ എനിക്ക് വർക്കായി. ഈവൻ അത് സ്ലോ പേസ് ആണ്, ലാഗാണ്, എന്നിരുന്നാൽ പോലും എനിക്ക് നല്ല രീതിയിൽ വർക്കായി ഇൻ ദ സെൻസ് എന്ന് പറഞ്ഞാൽ ഈ പടത്തിലെ പെർഫോമൻസ് കാരണമാണ്. ആദ്യം തന്നെ ഇതിൻ്റെ കയ്യടി കൊടുക്കേണ്ടതെന്ന് പറയണമെന്ന് വെച്ചാൽ ഇതിൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടറായിട്ടുള്ള ഗണപതിയാണ്. അതായത് ഈ ഡയറക്ടറിൻ്റെ അനിയന് എങ്ങനെ ഇതുപോലുള്ള ആളുകളെ കണ്ടെത്തി വരുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് ഞാൻ ഇൻ്റർവ്യൂസ് ഒന്നും അധികം കണ്ടില്ലെങ്കിൽ പോലും ഞാൻ ട്രോൾസിൽ ഞാൻ കണ്ടായിരുന്നു ഇതുപോലെ കുറേ പേരെ ഓഡിഷൻ ചെയ്തിട്ട് തന്നെയാണ് ലൈക്ക് ആ ഒരു പയ്യനിലോട്ടെത്തിയത്, ചെറിയ പയ്യനിലോട്ടെത്തിയത്. അതുപോലെ തന്നെ ആ ഒരു ലേഡി ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ പോലും ലൈക്ക് ഇൻഡസ്ട്രിയിൽ തന്നെ നല്ല നല്ല ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ നല്ല നല്ല ആക്ട്രസസ് ഉണ്ടെങ്കിൽ പോലും അവരെയൊന്നും വേണ്ടാന്ന് വച്ചിട്ട് ഒരു പുതിയ ഒരാളെ ചൂസ് ചെയ്തു എന്ന് പറഞ്ഞതൊക്കെ നല്ല തീരുമാനമായിരുന്നു, വളരെ നല്ലൊരു തീരുമാനമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്കും നല്ല പെർഫോമൻസ് ആയിരുന്നു. ആ പയ്യൻ്റെ ആ ഒരു ലേഡിയുടെ ആ പയ്യൻ്റെ തന്നെ ഒരു മുതിർന്ന കാലം കാണിക്കുന്നത് വെച്ചാൽ എന്ത് നൈസാണ്, വെൽ കണക്റ്റഡ്. അതാണ് പറഞ്ഞത്, ഞാൻ സ്ലോ പേസ് സിനിമകളുടെ ആളല്ല, എന്നിട്ട് പോലും എനിക്ക് നല്ല രീതിയിൽ അത് കണക്റ്റായി എന്നുള്ളതാണ്. ഇമോഷണൽ കണക്ഷൻ ഇന്നത്തെ കാലത്ത് ഒട്ടുമിക്ക പടത്തിലും കിട്ടാത്ത ഒരു സാധനം അതാണ്. അതുമാത്രമല്ല ഇപ്പം പടം തുടങ്ങി, ഇപ്പം പടം പറഞ്ഞു പോകണമെന്ന് വെച്ചാൽ ലൈക്ക് ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ, ആ സിറ്റുവേഷൻ ഇന്ന് പുറത്ത് പറഞ്ഞ ഒരു അമ്മയും മോനും അവർ ജീവിക്കാൻ വേണ്ടി തത്രപ്പാടുകൾ കാണിക്കുന്നു. ഓരോ പല പേരിൽ പല ഊരിൽ അങ്ങനെയാണ് ട്രെയിലറിലും പറഞ്ഞു പോകണം. അത് തന്നെയാണ്. അതിനുശേഷം അവർ പിന്നീട് നേരിടുന്ന ഒരു പ്രശ്നവും അത് തുടർന്ന് അങ്ങനെ പോണതൊക്കെയാണ് ഈ പടം പറഞ്ഞു പോണത്. അപ്പം അതാണ് ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ ആ ഒരു ലാഗുണ്ട് അതിലൊരു തർക്കവും ഇല്ല അതിനകത്ത്. ഫസ്റ്റ് ഹാഫിൽ ഒരു അമ്മുമ്മേരെ ഒരു ക്യാരക്ടറുണ്ട് പെർഫോമൻസിലോട്ട് വരുമ്പോഴാണ് എന്നുവെച്ചാൽ ഒരു വൈബ് സാധനമായിരുന്നു. അത് കുറച്ച് നേരെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പോലും, പക്ഷെ കൊള്ളാം, നല്ല പെർഫോമൻസ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ലൈക്ക് പറയണ കാര്യങ്ങളിലൊക്കെ ഒരു കണക്ഷൻ നമുക്ക് കിട്ടണുണ്ട്. അതുപോലെ തന്നെ ലൈക്ക് ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റ് വന്ന് ഇൻ്റർവെല്ലിൽ നിൽക്കുന്നു എന്ന് വെച്ചാൽ കൊള്ളാം. ഇൻ്റർവെൽ പോയിൻ്റ് ആയാലും അത് മാത്രമല്ല കമ്മിങ് ടു സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പം ഓഫ് കോഴ്സ് ഒരു പർട്ടിക്കുലർ പോയിന്റ് കഴിഞ്ഞ് ടോവിനെ കാണിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ പുള്ളിക്കാരൻ ഈ ഒരു സീന് വന്ന് ചെയ്യണം എന്നൊന്നും ഒരിതുമില്ല. എന്ന് വെച്ചാൽ അത് എനിക്ക് തോന്നുന്നത് ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ പറഞ്ഞതാണ്. എന്ന് പറഞ്ഞാൽ ടോവിനോ തോമസിനെ ഒരു സ്റ്റാറായിട്ടുള്ള ഒരു നടനായിട്ടാണ് അപ്രോച്ച് ചെയ്ത് എന്നൊന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, അങ്ങനെയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ, ടോവിനോ തോമസിൻ്റെ തന്നെ ലൈക്ക് ഒരു അവാർഡ് പടമുണ്ട് അദൃശ്യ ജാലകങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട്. എനിക്ക് കണ്ടപ്പം ആ ഒരു പടമായിട്ടാണ് തോന്നിയത്. എന്ന് വെച്ചാൽ അതുപോലത്തെ ഉള്ള ആ ഒരു സ്കിൻ ടോൺ, അങ്ങനെ എന്ന് വെച്ചാൽ അത്രയും ഡാർക്കല്ല, എന്നിരുന്നാൽ പോലും ആ ഒരു സ്കിൻ ടോൺ വെറും ലോക്കലായിട്ടുള്ള അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഒരു ക്യാരക്ടറാണ്. അപ്പോൾ എന്ന് വെച്ചാൽ അബ്ബാസ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് പുള്ളിക്കാരൻ ചെയ്തേക്കണം. സോ അതാണ് എന്ന് വെച്ചാൽ ഇപ്പോൾ തല്ലുമാല, ARM, ഇപ്പോൾ മൊത്തത്തിൽ ഹൈ സ്റ്റാർ വാല്യൂ ഉള്ള ഒരു പുള്ളിക്കാരൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു നടൻ വന്ന് ഇതുപോലത്തെ ഒരു ക്യാരക്ടർ ചെയ്യേണ്ടതാണെന്ന് ആവശ്യമൊന്നുമില്ല. പക്ഷേ സ്റ്റിൽ പുള്ളിക്കാരൻ അത് പുൾ ഓഫ് ചെയ്തു, അത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ കമ്മിങ് ടു ആ ഒരു കൊച്ചു പയ്യനിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ എന്ത് അടിപൊളിയായിട്ടാണ് ചെയ്തു വെച്ചേക്കുന്നത്, എന്ത് രസമാണ് കണ്ടുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ആ ഒരു ലേഡി ക്യാരക്ടറായാലും കിടിലം. ലൈക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഇപ്പോൾ പേടിക്കുന്നത് ഞെട്ടലിൻ്റെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓരോരോ കൈൻഡ് ഓഫ് ഇത് അല്ല. അപ്പം ഞാൻ തന്നെ ആലോചിച്ചു എത്ര പേരെ കഴിഞ്ഞിട്ടായിരിക്കും ലൈക്ക് ഈ പറഞ്ഞ പോലെ ഇവരൊക്കെ സെലക്ട് ചെയ്ത്. ഓൾറെഡി അതിനെപ്പറ്റി ഞാൻ വീഡിയോയിൽ ആദ്യം ഞാൻ മെൻഷൻ ചെയ്തിട്ടുമുണ്ട്. സോ ഇങ്ങനെ ബാക്കി പറയാനാണെന്നുണ്ടെങ്കിൽ ജീൻ പോൾ ലാലുണ്ട്, പിന്നെ നമ്മളെ ഗിരീഷ് ഷേഡിയുണ്ട്, പ്രേമലുവിൻ്റെ ഡയറക്ടർ. അങ്ങനെ ഇതുപോലെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. എല്ലാവരും അവരവർ ഇത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് പടത്തിൻ്റെ ആ ടുവേർഡ്സ് ഒരു എൻഡിൽ വരുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു കഥ കൊണ്ടെത്തിച്ച രീതി, അല്ലെങ്കിൽ ഇങ്ങനെയാണ് നടന്നത്, എനിക്കത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതാണ് പറഞ്ഞത്, ലാഗ് കൊണ്ട് അങ്ങനെ ഇരുന്നെങ്കിൽ പോലും അവസാനത്തെ ആ ഒരു പരിപാടി എനിക്കിഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഇത് സുഷിൻ ശ്യാമിൻ്റെ മ്യൂസിക് എന്ന് വെച്ചാൽ തുടക്കവും ഒടുക്കവും. പക്ഷേ മ്യൂസിക് വാസ് ഓക്കെ, വന്ന് ഭയങ്കര കിടിച്ചോന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷെ എന്നിരുന്നാലും തുടക്കവും ഒടുക്കവും ഉള്ള ഒരു BGM ഉണ്ട്, ഒരു ഹമ്മിങ്, ഭയങ്കര ഫീലായിരുന്നത്. എന്ന് വെച്ചാൽ എനിക്കത് ഭയങ്കരമായിട്ട് എനിക്ക് വർക്കായി. സോ അപ്പോൾ പടം കാണാൻ പ്ലാനുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കാണാം. എനിക്കെന്തായാലും ഇത് വർക്കായി, നിങ്ങൾക്കും വർക്കാവുമെന്നായിരിക്കും എൻ്റെ വിശ്വാസം. കാരണം സ്ലോ പേസ് പടങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് മേ ബി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, എവിടെയൊക്കെ ഒരു ജോജി കൈൻഡ് ഓഫ് പടങ്ങളുടെ ആ ഒരു ടച്ച് ഉണ്ടെന്ന് വെച്ചാൽ അതുപോലെയാണെന്നല്ല, ആ ഒരു അങ്ങനത്തെ ഒരു സ്ലോ പേസിൻ്റെ ഒരു ടച്ചായിട്ട് എനിക്ക് തോന്നി.
സോ കാണാൻ താല്പര്യമുള്ളവർക്കൊന്ന് കണ്ടു നോക്കാം. എൻ്റെ അഭിപ്രായമായിരിക്കില്ല നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കാം, ഇഷ്ടപ്പെടില്ലായിരിക്കാം. പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ മഞ്ഞുമലിനെ വെച്ചൊന്നും ഇത് കമ്പയർ ചെയ്യരുത്. അത് വേറെ ലീഗ്, ഇത് വേറെ ലീഗ്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്, മേക്കപ്പ് രണ്ടുപേരും അവരവരെ സെക്ഷൻസ് നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ അബൌട്ട് ബാലൻ ദ ബോയ് ഫ്രം മൈ സൈഡ്.